നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ കാണുന്നത് അയ്യപ്പൻ്റെ അത്ഭുതങ്ങൾ തന്നെ. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിന് തൊട്ടടുത്ത് ഈഞ്ചക്കലിൽ SP മെഡിഫോർട്ട് എന്ന പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ICUയിൽ കഴിയുകയായിരുന്നു KP ശങ്കരദാസ്. സ്വർണ്ണക്കൊള്ളയിലെ പ്രതിപ്പട്ടികയിൽ ശങ്കർദാസിനെ ഉൾപ്പെടുത്തി എങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലല്ല ശങ്കർദാസ് എന്നായിരുന്നു SITയുടെ നിലപാട്. ഇക്കാര്യം അവർ പലവട്ടം കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കോടതി അണുവിട വിട്ടുകൊടുത്തില്ല. ശങ്കർദാസിൻ്റെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കണമെന്ന് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. പ്രതിപ്പട്ടികയിൽ ചേർത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ശങ്കർദാസിന് പക്ഷാഘാതം വന്നുവെന്നും തളർന്ന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്നുമാണ് SIT ആദ്യം പറഞ്ഞത്. തുടർന്ന് ശങ്കർദാസിനെ ദീർഘകാലം വെന്റിലേറ്ററിലും ICUയിലുമൊക്കെയായി പാർപ്പിച്ചു. ഇതിനിടയിൽ പലവട്ടം SITയുടെ ഉദ്യോഗസ്ഥർ ആശുപത്രി കെട്ടിടത്തിന് പുറത്തെത്തി എങ്കിലും ആരോഗ്യനില തൃപ്തികരമല്ല എന്നായിരുന്നു ഡോക്ടർമാരുടെ മറുപടി. എന്നാൽ ഹൈക്കോടതി കടുപ്പിച്ചു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെത്തുന്നു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ SIT SP മെഡിഫോർട്ടിലെ ശങ്കർദാസിൻ്റെ ചികിത്സയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തു. അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതിപ്പട്ടികയിൽപ്പെട്ടയാളാണ്. ഇതിനിടയിൽ SP മെഡിഫോർട്ടിലെ ഡോക്ടർമാർക്കും ആശുപത്രി അധികൃതർക്കുമൊക്കെ ഒരു ഉൾക്കിടിലം. ഇതോടെ ICUയിൽ നിന്ന് ശങ്കർദാസിനെ ഇടയ്ക്കൊന്ന് പുറത്തിറക്കി. അപ്പോഴതാ SITയുടെ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ICUയിലേക്ക് തിരിച്ചു കയറ്റി. ഇതിനിടയിൽ ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തു. ഇതോടെ SIT ആശുപത്രിക്ക് പുറത്ത് നിലയുറപ്പിച്ചു. ICUയിൽ നിന്നിതാ ശങ്കർദാസ് നേരെ മുറിയിലേക്ക്. ശങ്കർദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് നീക്കാനാവുന്ന തലത്തിലല്ല ശങ്കർദാസിൻ്റെ ആരോഗ്യനില എന്നതായിരുന്നു ആശുപത്രി അധികൃതരുടെയും SITയുടെയും നിലപാട്. ഹൈക്കോടതി പറഞ്ഞു ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണമെന്ന്. തുടർന്ന് ജയിൽ ഡോക്ടർ ആശുപത്രിയിലെത്തി. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാവുന്നതേയുള്ളൂ ശങ്കർദാസിൻ്റെ ആരോഗ്യനില എന്ന റിപ്പോർട്ട് അദ്ദേഹം നൽകുന്നു. ജയിൽ പുള്ളിയാണ്, അതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തണം. തുടർന്ന് ശങ്കർദാസിനെ മെഡിക്കൽ കോളേജിലെത്തിച്ചു. ഡോക്ടർമാരുടെ ഒരു സംഘത്തോട് വിശദമായ പരിശോധന നടത്താൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വേണമെങ്കിൽ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിക്കണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നെത്തിയില്ല. അതിനു മുൻപ് തന്നെ ശങ്കർദാസ് എഴുന്നേറ്റ് നിന്നു. മെഡിക്കൽ സംഘം പരിശോധിച്ചാൽ എല്ലാ കളിയും പൊളിയും എന്ന ഭയം ശങ്കർദാസിനും കൂട്ടർക്കും. ഇതോടെ ശങ്കർദാസ് നേരെ മെഡിക്കൽ കോളേജിൽ നിന്ന് നടന്നിറങ്ങി. അത്ഭുതകരമെന്ന് പറയട്ടെ, മെഡിക്കൽ കോളേജിൽ കിടന്ന ശങ്കർദാസിനെ ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുന്നു. ഇന്നലെയാണ് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയത്. ആരോഗ്യനില ഏതെങ്കിലും തലത്തിൽ വഷളായാൽ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാം എന്ന ഉറപ്പിലാണ് ഇപ്പോൾ ശങ്കർദാസിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ജയിലിനുള്ളിലുള്ള ആശുപത്രി സെല്ലിലേക്കാണ് KP ശങ്കർദാസിനെ മാറ്റിയത്. ശങ്കർദാസിന്റെ മകൻ SP ആയതുകൊണ്ടാണോ അന്വേഷണ സംഘം ഇക്കാലം അത്രയും ആനുകൂല്യം നൽകിയത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ അടപടലം വെട്ടിലായിരുന്നു SIT. കേസിലെ 11ാം പ്രതിയാണ് ശങ്കർദാസ്. തന്ത്രിയും ഉദ്യോഗസ്ഥരും എടുത്ത തീരുമാനങ്ങൾ താൻ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ശങ്കർദാസ് മൊഴി നൽകി. നേരത്തെ മൊഴി നൽകാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ശങ്കർദാസ് എന്നായിരുന്നു SIT നൽകിയ വിശദീകരണം. എന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശങ്കർദാസിന് നന്നായി സംസാരിക്കാൻ കഴിയും. മൂക്കിൽ ട്യൂബൊക്കെ തിരികിയ നിലയിൽ വളരെ അത്യാസന്ന തലത്തിലുള്ള ഫോട്ടോകളായിരുന്നു SIT ശങ്കർദാസിൻ്റെ ആരോഗ്യനില തെളിയിക്കാനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ആ ഫോട്ടോകൾ കണ്ടാൽ നമ്മുടെ പോലും ഹൃദയം നടുങ്ങും. ഇതിനിടയിൽ ഹൈക്കോടതി ICUവിൻ്റെ സെറ്റിട്ടോ എന്ന തലത്തിൽ വരെ ചില വിമർശനങ്ങൾ നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ച് പലതവണ കണ്ടിട്ടുണ്ട്. എന്നാൽ വ്യക്തിപരമായ അടുപ്പം തനിക്ക് പോറ്റിയുമായി ഇല്ല എന്ന മൊഴിയാണ് ശങ്കർദാസ് ഇപ്പോൾ SITക്ക് നൽകിയിരിക്കുന്നത്. ശബരിമലയുടെ പേരിൽ യാതൊരുവിധ സാമ്പത്തിക ലാഭവും താൻ നേടിയിട്ടില്ല എന്ന് ശങ്കർദാസ് പറയുന്നു. ശങ്കർദാസിനെ പോലെ സ്വാധീനമുള്ള ഒരു വ്യക്തി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് പിടയുന്നു. എന്നാൽ SIT 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതുകൊണ്ട് സാങ്കേതികതയുടെ പേരിൽ മുരാരി ബാബുവിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചു. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. കൊല്ലം വിജിലൻസ് കോടതിയാണ് മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചത്.
അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചത്. വിജിലൻസ് കോടതി അനുവദിച്ചത് ഒരു സ്വാഭാവിക ജാമ്യം മാത്രം. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി ഏകദേശം 22 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2 ദിവസങ്ങൾക്ക് മുൻപ് ശക്തമായ റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡിൽ പല നിർണായക രേഖകളും കണ്ടെത്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ റെയ്ഡിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത് ഏറ്റവും നിർണായക രേഖകൾ. ഇതിന് തൊട്ടുപിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള സുദൃഢ ബന്ധം പുറത്തുവന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ കടകംപള്ളി സന്ദർശനം നടത്തി എന്ന് അയൽക്കാർ മൊഴി നൽകിയതോടെ കൂടുതൽ കുരുക്കിലായി മുൻ ദേവസ്വം മന്ത്രി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റഡാറിൽ കടകംപള്ളി പെട്ടു എന്ന് കൃത്യമായി സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടകംപള്ളിയെ തൂക്കുന്നതിന് മുൻപ് ഇപ്പോൾ SIT കടകംപള്ളിയെ വളഞ്ഞിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇന്ന് പുറത്തുവരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആദ്യം നൽകിയ മൊഴി തൃപ്തികരമല്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. സ്പോൺസർ എന്ന നിലയിൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയാവൂ എന്നാണ് നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകിയത്. എന്നാൽ പോറ്റിയുമായി കടകംപള്ളിക്ക് അടുത്ത സുഹൃത്ത് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. പോറ്റിയുമായി കടകംപള്ളിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന അന്വേഷണ സംഘം ഇപ്പോൾ ശക്തമായി തിരയുന്നു. മറുവശത്ത് പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള കൈമാറ്റ ഇടപാടുകളിൽ എന്തൊക്കെയാണിവർ ഈ പരസ്പരം കൈമാറിയത് എന്നതിനെക്കുറിച്ചും അന്വേഷണം തുടരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പൂശിയത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്നാണ് കടകംപള്ളി ആവർത്തിക്കുന്നത്. 2019 മുതലുള്ള കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് വ്യക്തമായ അന്വേഷണം SIT തുടങ്ങി. 2017 മുതൽ കടകംപള്ളി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നു എന്ന വിവരം പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെയാണ് SIT ഇതേ നിലയിലുള്ള അന്വേഷണത്തിന് തുടക്കമിട്ടത്. പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയതിന്റെ വിശദാംശങ്ങൾ കടകംപള്ളി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിൽ ഒട്ടും സംതൃപ്തരല്ല പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ. തികഞ്ഞ സംശയം കടകംപള്ളിയുടെ കാര്യത്തിൽ അവർ പ്രകടിപ്പിക്കുന്നു. കടകംപള്ളിയെ വിശദമായി ചോദ്യം ചെയ്യുകയും കടകംപള്ളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി അന്വേഷിക്കുകയും ചെയ്ത് അതിൻ്റെ കൃത്യമായ രേഖകളും അന്വേഷണ തെളിവുകളും ഹൈക്കോടതിയിൽ എത്തിച്ചില്ല എങ്കിൽ കോടതിയിൽ നിന്ന് ശക്തമായ ശകാരമുണ്ടാകും എന്ന ഭയം SITക്ക്. ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് SIT മൊഴി രേഖപ്പെടുത്തിയത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് കടകംപള്ളിയിൽ നിന്ന് മൊഴിയെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, വ്യക്തിപരമായി തനിക്ക് പോറ്റിയെ അറിയില്ല എന്ന ശക്തമായ നിലപാടാണ് അന്ന് കടകംപള്ളി സ്വീകരിച്ചത്. എന്നാൽ അതിന് കടകവിരുദ്ധമായ വസ്തുതകൾ പുറത്തുവന്നതോടെ കടകംപള്ളി കുടുങ്ങി എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 2019 സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വകുപ്പിനാണ് അപേക്ഷ നൽകിയത്. അതിൽ തുടർ നടപടി ആവശ്യപ്പെട്ട് ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡിന് അപേക്ഷ കൈമാറി. ഈ അപേക്ഷ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് അതിവേഗം ദേവസ്വം ബോർഡിൽ എത്തുകയായിരുന്നു. ഇത്തരമൊരു നിർണായക മൊഴി പത്മകുമാർ നേരത്തെ നൽകിയിട്ടും ആ വഴിക്ക് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം അപ്പോൾ മുതിർന്നില്ല. എന്നാൽ അങ്ങനെ ഒരു അപേക്ഷ തന്റെ ഓർമ്മയിലില്ല എന്ന നിലപാടാണ് കടകംപള്ളി സ്വീകരിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രം തനിക്കറിയാം, അതിലപ്പുറം സൗഹൃദങ്ങളില്ല. ഇതൊക്കെ അടിമുടി കളവായിരുന്നു എന്ന് SIT ഇപ്പോൾ തിരിച്ചറിയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ 2 തവണ കടകംപള്ളി സുരേന്ദ്രൻ വന്നത് താൻ നേരിട്ട് കണ്ടിരുന്നു എന്ന് പോറ്റിയുടെ തൊട്ട അയൽക്കാരൻ വിക്രമൻ നായർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ വിക്രമൻ നായരിൽ നിന്ന് മൊഴിയെടുക്കാൻ അവിടെ എത്തി. അവരോടും വിക്രമൻ നായർ ആവർത്തിച്ചത് ഇതുതന്നെ. കടകംപള്ളി പലതവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് തനിക്ക് കിട്ടിയ വിവരമെന്ന് വിക്രമൻ നായർ ഉറപ്പിച്ചു പറയുന്നു. ആദ്യഘട്ടത്തിൽ കടകംപള്ളി പറഞ്ഞത് കുട്ടിയുടെ നൂലുകെട്ടുമായി ബന്ധപ്പെട്ട ചടങ്ങിനാണ് താൻ അവിടെ പോയതെന്ന്. ഇപ്പോഴിതാ അടിമുടി മാറ്റി പിതാവിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് താൻ അവിടെ എത്തിയത് എന്ന് കടകംപള്ളി തിരുത്തി പറയുന്നു. 2025 നടന്ന സ്വർണ്ണക്കൊള്ളയും പ്രത്യേകമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമുള്ള നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ അടപടലം വെട്ടിലായിരിക്കുകയാണ് കടകംപള്ളിയും PS പ്രശാന്തും. മറുവശത്ത് അടൂർ പ്രകാശിനെ പൂട്ടി
ഇതിന്റെ രാഷ്ട്രീയ ആഘാതം കുറയ്ക്കാനുള്ള നീക്കങ്ങൾ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് ബംഗളൂരുവിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയും ചില ഉപഹാരങ്ങളുടെ കൈമാറ്റവുമാണ് കൂടുതൽ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് നൽകിയത് ഈന്തപ്പഴത്തിന്റെ പാക്കറ്റാണ് എന്ന് അടൂർ പ്രകാശ് പറയുന്നു. തിരികെ ഒരു കവർ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോൾ താൻ അനുഗമിക്കുക മാത്രമാണ് ചെയ്തത് എന്നും അടൂർ പ്രകാശ് വിശദീകരിക്കുന്നു. എന്നാൽ അടൂർ പ്രകാശും എന്തൊക്കെയോ മറച്ചുവെക്കുന്നു എന്നത് വാസ്തവം. സോണിയാഗാന്ധിയുടെ സെക്രട്ടറി മാധവനുമായുള്ള ബന്ധം ഉപയോഗിച്ചാണ് പോറ്റി അപ്പോയിന്റ്മെന്റ് തരപ്പെടുത്തിയതത്രേ. അടൂർ പ്രകാശ് അനുഗമിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പ്രകാശ് പറയുന്നു. ബംഗളൂരുവിൽ പോറ്റി തന്നെ കാണാൻ വന്നപ്പോൾ നൽകിയ സമ്മാനപ്പൊതിയിലുണ്ടായിരുന്നത് ഈന്തപ്പഴവും മറ്റ് ചെറിയ സാധനങ്ങളും. അത് അവിടെയുള്ളവർക്ക് അപ്പോൾ തന്നെ കൈമാറി. കവറിൽ പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ ചടങ്ങിലേക്കുള്ള ക്ഷണക്കത്തായിരുന്നുവെന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് വിശദീകരിക്കുന്നത്. പോറ്റിയുടെ പിതാവ് മരിച്ചപ്പോഴും പോറ്റി പണിതു നൽകിയ ഒരു വീടിന്റെ താക്കോൽദാന ചടങ്ങിനും ഒരു ക്ഷേത്രത്തിൽ താൻ പോയിട്ടുണ്ട് എന്ന് അടൂർ പ്രകാശ് പറയുന്നു. പോറ്റി കൊടുത്ത പൊതിയിൽ ഈന്തപ്പഴം മാത്രമാവില്ല, സംസം വെള്ളത്തിന്റെ കുപ്പി കൂടി കണ്ടേക്കുമെന്നാണ് ഇപ്പോൾ ജലീൽ പരിഹസിക്കുന്നത്. KT ജലീലിന്റെ രൂക്ഷമായ പരിഹാസം അടൂർ പ്രകാശിന് നേർക്ക്. പോറ്റി ഉംറ കഴിഞ്ഞു വന്ന ലീഗ് നേതാക്കളെ കണ്ടുമടങ്ങുന്ന വഴിക്കാണോ UDF കൺവീനറെ കണ്ടത് എന്ന് അദ്ദേഹം പരിഹാസത്തോടെ ചോദിക്കുന്നു. അവിടെ നിന്ന് കിട്ടിയ പൊതി അബദ്ധത്തിൽ അടൂർ പ്രകാശിന് നൽകിയതാകുമോ? എന്തായാലും ഈന്തപ്പഴമാണ് ഇപ്പോൾ വിവാദം. അടൂർ പ്രകാശും വെട്ടിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്ത് അറസ്റ്റിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് അടൂർ പ്രകാശിനെ കൂടി ചോദ്യം ചെയ്ത് അന്വേഷണത്തിന്റെ രാഷ്ട്രീയ ആഘാതം കുറയ്ക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെ? മുരാരി ബാബുവിനിപ്പോൾ ജാമ്യം കിട്ടിയത് അന്വേഷണ സംഘത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്നു. മറുവശത്ത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് അത്ഭുതങ്ങളുടെ കൂട്ടനിര. ഏത് വെന്റിലേറ്ററിനുള്ളിൽ കിടത്തിയാലും ICUവിൽ അകത്തിട്ട് സൂക്ഷിച്ചാലും അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ജയിലിനുള്ളിലേക്ക് പ്രതികൾ ചെന്നെത്തുന്ന കാഴ്ചയാണ് സ്വർണ്ണക്കൊള്ള കേസിനെ വ്യത്യസ്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.